സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വെണ്ടയ്ക്ക ഉപയോഗിച്ച് നല്ലൊരു വെണ്ടയ്ക്ക തൈര് പച്ചടിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. നമുക്ക് കറികളുടെ കൂട്ടത്തിൽ ഒരു പച്ചടിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഊണ് കുശാല നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ വെണ്ടയ്ക്ക ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് സവോള പച്ചടി ചെയ്തിരുന്നു. നല്ല കമൻറ്റുകൾ ഞങ്ങളെ കുറേ പേര് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വെണ്ടയ്ക്ക തൈര് പച്ചടി തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. അഥവാ അല്പം പുളി ഉണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു അല്പം കൂടുതൽ തേങ്ങ അരച്ച് ചേർത്താൽ മതി. തൈര് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ അരച്ച് ചേർക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ അതിലൂടെ ഒരു 1/2 ടീസ്പൂൺ കടുക്, പച്ചക്കടുക് കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നന്നായിട്ട് അരച്ചെടുത്തതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. തേങ്ങ നമ്മൾ ഒരു അരമുറി മുഴുവൻ വേണ്ട, അതിൻ്റെ കുറച്ച് തേങ്ങ നന്നായിട്ട് പച്ചക്കടുവും ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. അരച്ചതിന് ശേഷം ഇതിനോട് ചേർത്ത് കൊടുക്കാം. അന്നേരം തൈരിന് ഒരല്പം പുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ് കിട്ടും. ഇരിക്കുമ്പോൾ തന്നെ അല്പം പുളിക്കൂല തൈര്. അപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും ടേസ്റ്റ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ തൈര് നമ്മൾ മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അല്പം ഒന്ന് പാനടുപ്പത്ത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ചേർത്ത് കൊടുത്താലും നമ്മുടെ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ചേർത്തും തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു നുള്ള് കായം, നുള്ളു മല്ലിയിലെ കായത്തിന് ചുവയുണ്ടാവും. ഇനി കായപ്പൊടി ഇല്ലെങ്കിൽ കായത്തിൻ്റെ കഷ്ണങ്ങളാവുണ്ടെങ്കിൽ എണ്ണയിലൊന്ന് മൂപ്പിച്ച് പൊടിച്ചെടുത്ത് ചേർത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു അല്പം എണ്ണ ഒഴിച്ച് അത് ഫ്രൈ ചെയ്യാൻ മാത്രമുള്ള എണ്ണ ഒരു അല്പം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമ്മളത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നീളത്തിലാണ് അരിയുന്നതെങ്കിൽ അങ്ങനെയാവാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ചെറുതായിട്ട് ഇതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വഴുവഴുപ്പ് മാറി കിട്ടും. ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടല്ലേ, മീഡിയം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടാലും ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ടല്ലോ. പോകണ്ട, ചെറുതായിട്ട് ആ വഴുവഴുപ്പൊന്ന് മാറി കിട്ടാൻ മതി. പിന്നെ ആ ഉഴുന്ന് പരിപ്പൊക്കെ ചേരുന്നതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് പച്ചടിക്ക്. പിന്നെ നമ്മൾ പച്ചക്കടുക് അരയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ആ വെണ്ടയ്ക്കയിൽ ഒരു അല്പം ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒരു അല്പം നുള്ളു ഉപ്പിട്ട് കൊടുക്കാം അല്ലേ. ഉപ്പിട്ട് പച്ചടിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരല്പം ഉപ്പ് വെണ്ടയ്ക്കയിലും കൂടെ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഇട്ട് കൊടുക്കട്ടെ. തൈരുള്ളതുകൊണ്ട് ഒരു അല്പം ഉപ്പ് കൂടുതൽ വേണം. മുന്നോട്ട് നിൽക്കണം. വെണ്ടയ്ക്ക ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ വെണ്ടയ്ക്ക ആ പച്ചടിയിലോട്ടെല്ലാം നന്നായിട്ടൊന്ന് ചേർന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മുടെ വറവ് ഏകദേശം തണുപ്പായിട്ടുണ്ട്, തണുത്ത് നല്ലതായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വറവും കൂടി നമുക്ക് ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് സെർവിംഗ് ബോളിലേക്ക് സെർവ് ചെയ്യാം. മല്ലിയില ഈ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റാണ്. വെണ്ടയ്ക്ക പച്ചടിക്ക് അല്ലേ. വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വെണ്ടയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഒരു 5 മിനിറ്റ് മതി. പെട്ടെന്ന് ഒരു കറിയും കൂടെ ഒക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്നുള്ളൂ. വീട്ടിൽ എപ്പോഴും മിക്ക ദിവസം തന്നെ നമ്മുടെ വീട്ടിൽ വെണ്ടയ്ക്ക സാമ്പാറൊക്കെ നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ വെണ്ടയ്ക്ക ഉണ്ടാവുക കൂടുതൽ തന്നെ. അപ്പോൾ പെട്ടെന്ന് 2 വെണ്ടയ്ക്ക കഴിഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് പച്ചടി, ഇഞ്ചി പച്ചടി, സവോള പച്ചടി ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഈ വെണ്ടയ്ക്ക തൈര് പച്ചടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇച്ചിരി ബീഫോ വെച്ച് ചിക്കനൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു പച്ചടിയും കൂടെ ഉണ്ടാക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം. പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. എന്നും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.